വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് നോ യൂട്ടൻസിൽസ് കുക്കിംഗ് ചാലഞ്ച്. ഗയ്സ്, ഇന്ന് നമ്മൾ യാതൊരു യൂട്ടൻസിൽസും ഇല്ലാതെ, അതായത് ഈ സ്പൂണ് ഫോർക്ക് അങ്ങനത്തെ സാധനങ്ങൾ വേണ്ട മെയിൻ ആയിട്ടുള്ള ടൂൾസ് ഒന്നും ഇല്ലാതെ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. നമ്മുടെ മുന്നിൽ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല. 2 പ്ലേറ്റ് 3 പ്ലേറ്റ് ഉണ്ട്, ബൗൾ ഉണ്ട്, പിന്നെ വളരെ കുറച്ച് സാധനങ്ങളുണ്ട്. കുക്ക് ചെയ്യാനുള്ള പാത്രം ഉണ്ട്, വേറെ ഒരു സാധനം ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് എങ്ങനെയാ ഈ ചാലഞ്ച് യാതൊരു ഐഡിയ ഇല്ല. ഞങ്ങൾക്ക് പാത്രം എടുത്തിട്ട് സ്പൂണിൽ എന്തെങ്കിലും ഇട്ടാലല്ലേ സ്പൂണ് വേണ്ടേ, ഇളക്കാൻ കയ്യിൽ വേണ്ടേ. ഇതിപ്പോ എണ്ണയെന്നാണെങ്കിൽ കോരി എടുക്കാൻ അതിന്റെ സാധനം വേണ്ടേ, ഒരു സാധനം ഇല്ല. സാധനങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. മുന്നിൽ വെച്ച സാധനങ്ങളാണ് വളരെ ലിമിറ്റഡ് ആയിട്ട്. ഇത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് പോലും ഞങ്ങളെ തലയിൽ വരുന്നില്ല. ഇതൊന്നുമല്ല നിങ്ങളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്. മെയിൻ ഇൻഗ്രീഡിയന്റ് ഞാൻ വേറെ തരും. അത് ഉപയോഗിച്ചിട്ട് 20 മിനിറ്റ് സമയത്തിനുള്ളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് ആരാണോ ഞാൻ പറയുന്ന ഡിഷ് ഉണ്ടാക്കുന്നത് അവരായിരിക്കും ഈ ചാലഞ്ചിലെ വിന്നർ. ഒരു യൂട്ടൻസിൽസും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ കാണുന്ന ഈ 3 പ്ലേറ്റും ആ പാന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ബൗളും കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാവർക്കും ഒരേ സാധനമായിരിക്കും. കോമൺ ആയിട്ടുള്ള സാധനം ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ട്രിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നത്. ടേസ്റ്റിന്റെ അപ്പുറത്തേക്ക് ടൈമിന്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാന്നുള്ളൂ കാര്യം. ഇതുകൊണ്ടൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിലും നല്ലത് ഇത് സേഫ് ആയിട്ട് ഉണ്ടാക്കി തീർക്കാന്നുള്ള. കാരണം തിളച്ച എണ്ണ ഒക്കെ ഉണ്ടാവും, അങ്ങനെ കോരി എടുക്കും. ഈ ചൈനീസ് ഷെഫ് ഒക്കെ ഉണ്ടല്ലേ ഇങ്ങനെ മറിച്ചെടുത്ത ഒരു സംഭവം. പിന്നെ വിചാരിക്കാം, പക്ഷെ മുക്കി എഗ് ഞാൻ മുന്നേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ ഓംലെറ്റ് ഒക്കെ ഇങ്ങനെ മറിച്ച് ഓംലെറ്റ് ഉണ്ടല്ലോ തരാൻ പോകുന്നത്. അല്ല, അത് ആണെങ്കിൽ എനിക്ക് പറ്റേനു. പിന്നെ റാപ്പ് പോലത്തെ സാധനമൊക്കെയാണ് കുഴപ്പമില്ല. ചപ്പാത്തി അതൊക്കെ ഞാൻ തരും തോന്നുന്നുണ്ടോ? അപ്പൊ റൂൾസ് മനസ്സിലായല്ലോ. 20 മിനിറ്റ് സമയമാണ്. 20 മിനിറ്റിനുള്ളിൽ തീർക്കണം. അഥവാ തീർത്തില്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആവും. ഞങ്ങൾ എല്ലാവരും ഈ ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യും. ഇനി 3 പേര് 20 മിനിറ്റിനുള്ളിൽ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റിൽ ആരാണോ ഉണ്ടാക്കുന്നത് അവരായിരിക്കും വിന്നർ. ഇതിലിപ്പോ കൈപ്പുണ്ണ് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. 3 പേർക്ക് ഒരേ രീതിയിലാണ് സാധനങ്ങൾ സേഫ് ആയിട്ട് ചെയ്യാം. സാധനങ്ങളൊക്കെ ഒരേപോലെ തരുന്നോണ്ട് തന്നെ സേഫ് ആയിട്ട് ടേസ്റ്റി ആയിട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇൻഗ്രീഡിയൻസ് തരട്ടെ. ഓക്കെ, കണ്ണുറന്നോ? പഴംപൊരി. എനിക്ക് മനസ്സിലായി ഏകദേശം മുഖ്യമായിട്ടുള്ള സാധനമാണ്. കൈയിട്ട് മുക്കി പൊരിക്കാനോ? എണ്ണ കോരി വെച്ച് മുക്കി മുറിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ പറഞ്ഞില്ലേ? ശരിക്കും ഒരൈഡിയ എനിക്ക് തോന്നി. ചൈനീസ് കുക്ക് നേരത്തെ പറഞ്ഞില്ലേ അത് തന്നെ. എന്ത് പഴംപൊരിയോ? ഇവിടെ എല്ലാരും പൊരിക്കുന്ന അല്ലാണ്ട് ഈ സാധനം മാത്രം വെച്ചിട്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാണ്? അതിനു മുന്നേ പഴം എങ്ങനെ മുറിക്കും? അതാണ് എന്റെ ഡൗട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അതൊന്നും ആലോചിക്കാൻ പറ്റില്ല. അതൊക്കെ ആ സമയത്തല്ലേ ആലോചിക്കാം. ഓക്കെ, ഞാൻ ടൈമർ വെക്കാൻ പോണേ. അയ്യോ, ഇത് എങ്ങനെ എടുക്കുന്നു എനിക്ക് മറന്നുപോയി. ഒരു പാത്രം തന്നെ. എനിക്കൊരു പാത്രമാണേ. എടുത്തോ? എനിക്കൊരു പാത്രം കൂടെ വേണം. ആവശ്യമുണ്ട്. അപ്പൊ എനിക്ക് പാത്രം അവിടെ വെച്ചോ, ഞാൻ ആവശ്യം എടുത്തോളാം. അപ്പൊ ഗൈസ്, നമ്മള് ഒരു യൂട്ടൻസിൽസും ഇല്ലാതെ മുക്കി പൊരിക്കുന്ന പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുക്കി പൊരിക്കണം, മുക്കാതെ പൊരിക്കണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. ടേസ്റ്റ് ഉണ്ടാവണം. പഴംപൊരി പഴംപൊരി പോലെ തന്നെ ഉണ്ടാവണം. ഓക്കെ, റെഡി അല്ലേ? റെഡി. ഞാൻ വീഡിയോസ് കണ്ടു ചിലവരിങ്ങനെ കൈ മുക്കി പൊരിക്കുന്ന ഹിന്ദിക്കാരൊക്കെ. അതൊക്കെ ഉണ്ടാവും. ആ കഴിവ് 3, 2, 1 സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ ഞാൻ മൈദ എടുത്തു. നമുക്ക് എല്ലാവർക്കും 2 പഴം വീതം എടുക്കാം. മൈദ ഇതിലേക്ക് ഇടാണ്. പഴം 2 പഴം. അതാ ക്ഷമിക്കുള്ള പഴം. അല്ല, സമയം തുടങ്ങിയില്ലേ? ഇത് ആ ഗ്ലാസ് കഴിക്കാതാ. ഇത് മൈദയിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ഇടുന്നുണ്ട്. 20 മിനിറ്റ് ഉണ്ട്, തിരക്കൂട്ടുണ്ടാവും. 20 മിനിറ്റ് ഒക്കെ ഇതാന്ന് അറിയുമ്പോഴത്തേക്കും പോവും. കുറച്ച് അരിപ്പൊടി ഇട്ട് ഗൈസ്. ഞാൻ ഈ മൈദയിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, ഇതിലേക്ക് കുറച്ച് ഉപ്പ് നുള്ളിടാം. ഞാൻ ഈ പഴത്തിനെ ഇങ്ങനെ മുറിക്കും. കുറച്ച് കിഡിലൻ ഐഡിയ. ഞാൻ പൊതുവേ പഴംപൊരി ഉണ്ടാക്കല് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പഴംപൊരിയാണോ കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനല്ല, ഞാൻ അങ്ങനത്തെ പഴംപൊരി അല്ലേ ഉണ്ടാക്കി തരല്ലേ. അതെ, അതുകൊണ്ട് ഞാനിതാ പഴം ഇങ്ങനെ. അത് നല്ലൊരു ബുദ്ധിയായിരുന്നു. കുറച്ചു ഉപ്പ്.
ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോ ശത്രുക്കളാണ്. നമ്മൾ ഓരോ ideas ഒരു പാത്രം തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ വെക്കും. ഈ ക്ലീൻ ആയിക്കൊണ്ട് ഇനി 2 പഴം എടുക്കുക ഗൈസ്. ഈ പഴം 5 മുറിച്ച പോലെ മുറിക്കണം എന്നുണ്ട്. പക്ഷെ എന്റെ അഭിമാനം എനിക്ക് സമ്മതിക്കുന്നില്ല. എന്താ ചെയ്യാ? എത്ര ഉപ്പ് മതി? അത് സാറിന് ഞങ്ങള് മുറിച്ചുകൂടും. അഭിമാനം ഒന്നല്ലേ ഇതിന് കാര്യം. വേറെ വഴിയൊന്നുമില്ല ഗൈസ്. ഞങ്ങളും അത് കോപ്പി അടിക്കാം. ശ്രീ കോപ്പി അടിക്കണേ. ഗൈസ് കൈയൊക്കെ നല്ല കഴിയാട്ടോ. ഞാൻ ശ്രീന പറഞ്ഞേ, ശ്രീയും അത് കോപ്പി അടിക്കണേ. ഓ സത്യം പറഞ്ഞ പഴംപൊരി ഞാൻ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയാണ് ഈ ക്ലാസ് കൊണ്ട്. ചൈനുള്ള ബുദ്ധി നമുക്കില്ലല്ലോ. ഞാനത് വെള്ളം എടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുവച്ചതാ. അപ്പൊ ഇതിന്റെ ബുദ്ധിയാണ് വർക്കായത്. അപ്പൊ ഗൈസ് ഞാൻ പഴം ഒക്കെ ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട്. 2 പഴം എടുത്തത് ഏകദേശം വിചാരിച്ച പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഉണ്ടാക്കാട്ടോ. ഞാനും അതേപോലെ തന്നെ പഴം മുറിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. 5ന്റെ ബുദ്ധിയാണെങ്കിലും ഒന്നും പറയാല്ലേ ഗൈസ്. ഈ ബുദ്ധി ബുദ്ധി ആവശ്യമുള്ള ഒരു സ്ഥലം. അത് നല്ല സുഖം. എങ്ങനെ നല്ല സുഖമുണ്ട്. ആദ്യമായിട്ട് എന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. ഓളെ പറ്റി നോക്ക് എന്തൊരു അഭിമാനം. അല്ല ഇത് കുഴക്കണ്ടേ? കുഴക്കാൻ കൈകൊണ്ട് കുഴക്കല്ലേ? ഈ ഗ്ലാസ് തന്നെ കുറച്ച് വെള്ളം എടുക്കല്ലേ. അതാകുമ്പോ പഴത്തിന്റെ ടേസ്റ്റ് ഉണ്ടാവും. പഴത്തിന്റെ രുചി എവിടെയും പോവില്ല. അതെ, ഇരുത്തന്നെ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്ന പഴംപൊരി ഉണ്ടാക്കാൻ യൂട്യൂബ് ഇല്ലാത്തതല്ലേ. കുറച്ചുകൂടി എളുപ്പം കഴിയുണ്ട് അല്ലേ? അതെ. പിന്നെ പാത്രം കഴുകട്ടെ, സ്പൂണൊക്കെ കഴുകാൻ എന്ത് ബുദ്ധിമുട്ടേക്കും. ഇതാ ചാലഞ്ച് ഒന്ന് കുടുങ്ങിയല്ലോ. അല്ല എനിക്ക് എന്തോ ഒരു ടെൻഷൻ. മഞ്ഞപ്പൊടി തരും. അല്ല എനിക്ക് എന്തോ ഒരു എത്തുമ്പടി കിട്ടില്ല. ഞാനിതാ മൈദയിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാട്ടെ. ഈ മഞ്ഞപ്പൊടി കളർന്ന് മതി ഗൈസ്. ഞാൻ അങ്ങനെ 2 പഴം മുറിച്ചിട്ടുണ്ട്. 2 പഴം മുറിച്ച് അതിന്റെ മിക്സ് ഞാൻ ഏകദേശം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം എടുക്കാം. ഇത് കണ്ടോ, ഇത്രയും പഴമാണ് നമുക്ക് കിട്ടിയത്. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി 20 മിനിറ്റ് ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ശരിക്കും പഴംപൊരിയുടെ മാവ് കുറച്ചു നേരം വെച്ചാലാണ് അതിന്റെ ടേസ്റ്റ് കേട്ടോ. കൈയോട് എടുത്തൂടെ? സ്പൂണൊക്കെ കൊണ്ടുപോയിന്. ഞാനത് ശ്രദ്ധിച്ചു. അടുക്കളയിൽ വെച്ചിരുന്ന എന്താണ് സ്റ്റുഡിയോത്തെ സ്പൂണ്, ഉപ്പും സാധനങ്ങളും പാത്രങ്ങളും ആണത്. അതിലൊറ്റ ഒന്നിന് സ്പൂണ് കാണാനില്ല. ഒക്കെ കുഞ്ഞു കുഞ്ഞു സ്പൂൺ ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ് ഞാനിത് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം. സാധാരണ നമ്മൾ വീട്ടില് പഴംപൊരി ഉണ്ടാക്കുമ്പോ നമുക്ക് ഉമ്മമാരൊക്കെ അങ്ങനത്തെ നല്ല ഭംഗി നല്ല ടേസ്റ്റിലൊക്കെ ആക്കി തരാറുണ്ട്. അതേ ടേസ്റ്റ് ഇന്ന് ചിലപ്പോ ഇവിടെ കിട്ടും. അതെ. ഇതാ ഗൈസ് ഞാൻ ഇങ്ങനെ പഴം മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വേറെ വഴിയില്ല. കോപ്പിടിക്കില്ലാതെ വേറെ വഴിയില്ല. ഞങ്ങൾക്ക് എന്ത് ചാലഞ്ച് വന്നു കഴിഞ്ഞാലും 4 കാലിലെ വീഴുള്ളൂ. എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടും അല്ലേ? എവിടെ പോയാലും ഉപ്പുമാവ് തന്നിനെ പെട്ടിട്ടോ. എന്താ അത് ഉപ്പുമാവ് മിക്സ് ചെയ്യാതെ എങ്ങനെയാ? പാർട്ട് 2 ഞാൻ തരാം. പക്ഷെ വേറൊരു ഉണ്ടാക്കൂല. അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. കുറച്ചധികം വെള്ളം വെച്ചാൽ മതി. ആണ്. അപ്പൊ അധികം വെള്ളം വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഇങ്ങനെ സോക്കായി അത് വേവും ചെയ്യും. എന്നിട്ട് ഓഫ് ചെയ്ത് വെക്കാം. ഉപ്പുമാവും തരാൻ പറ്റില്ല. എന്താ പഴം ഞാൻ എരിഞ്ഞു കഴിയാത്ത? 2 പഴല്ലേ? അതെ. ഇതെന്തിനാ അങ്ങനെ മുറിക്കുന്നേ? ഇതൊന്ന് തുറന്ന് നേർമയായിട്ടിരുന്നോട്ടെ. ശ്രീ വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരിയ കഴിച്ച് ഇവിടെ ഉണ്ടാക്കുന്നത് നോക്ക്. അല്ല ഞാൻ ആകെ 20 മിനിറ്റ് സമയമുള്ളൂ. അഹങ്കാരത്തിന് സമയത്തുണ്ട്. സമയം ഇനി 15 മിനിറ്റ് ബാക്കി. ഇതിപ്പോ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് ബാക്കി 10 മിനിറ്റ് പഴംപൊരി തിന്നിരിക്കാം അല്ലേ? നല്ലത്. ഓ എന്താ അഹങ്കാരം, പഠിക്കുമ്പോ എങ്ങനെയാണെന്നുള്ള കാണാം. കൈ എങ്ങനെ കഴുകണമെന്ന് വലിയ ഐഡിയ ഉണ്ട്. മറന്നുപോയി. അതാ അത് ഗ്ലാസ് എടുത്തിട്ട് പുറത്തു പോയി പുറത്ത് പോയിക്കണം. ഇന്റെ മാവ് ഉണ്ടാക്കല് കഴിഞ്ഞതാ. ഇന്റത് ഇങ്ങനെയാട്ടോ. ഷാമിന്റെ കുറച്ച് കളർ കൂടുതലാണ്. ഞാൻ പഴംപൊരിക്ക് എനിക്ക് കുറച്ച് കളറിലാണ് ഇഷ്ടം. എനിക്ക് അതന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ ഞാനിതാ ഗൈസ് എന്റെ മാവ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിന് മധുരം ഉണ്ടോ നോക്കണ്ടേ? അപ്പൊ ഞാൻ നോക്കി. നല്ല മധുരമുണ്ട്, നല്ല ഉപ്പുണ്ട്. അല്ല കറക്റ്റ് മധുരമുണ്ട്. കറക്റ്റ്. ഇനി നമുക്ക് കൈ കഴിക്കാം ഗൈസ്. എന്റെ പണി കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഞാൻ വെള്ളം എടുത്ത് കൂടിപ്പോയി. എനിക്ക് അപ്പോഴേ തോന്നി ആ പൈപ്പ് തുറന്ന് നോക്കിയതാണ്. ഗൈസ് ഞങ്ങൾ കൈയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ പഴംപൊരി പൊരിക്കാൻ പോവാണ് ഗൈസ്. ഞാനും പഴംപൊരി പൊരിക്കാൻ വേണ്ടി പോവാട്ടോ. ഈശ്വര, ഈ ഡീപ് ഫ്രൈ ഒക്കെയാ വേണ്ടത്. പേടിയാവുന്നു. വെളിച്ചെണ്ണ എങ്ങനെയാ പൊട്ടിക്കുക? അത് കടിച്ചു മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കടിച്ചു പൊട്ടിക്കണം അല്ലേ? കടിച്ചു പൊട്ടിക്കേണ്ടി ഞാൻ പാലിന്റെ പാത്രമൊക്കെ ഇങ്ങനെ, പാലിന്റെ പാക്കറ്റൊക്കെ ഇങ്ങനെ പൊട്ടിക്കും ഗൈസ്. പക്ഷെ ഇത് കുഴപ്പമില്ല. ഇത് നല്ല കട്ടിയുണ്ട്. ഒന്നും വിചാരിക്കരുത് ഗൈസ്, ഇത് ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. അതെ. ശ്രീം നോക്കിയിട്ട മഞ്ഞപ്പൊടി. നേരത്തെ തന്നെ ഉപ്പ് കുറേ ഇട്ടത്. അത് ഞാൻ എടുത്ത് കളഞ്ഞു ഉദയായിരിക്കണു ഗൈസ്. ഞങ്ങൾ എണ്ണ ഒഴിക്കുകയാണ്. ഞാനും അഞ്ചു ഏകദേശം ഒരേപോലെയാണ് ഗൈസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ പുറകിലാണ്. 11 മിനിറ്റ് ബാക്കി. ഇത്ര എണ്ണ വെച്ചിട്ടുണ്ട്. ഈ മുക്കി പൊരിക്കുന്ന രീതിയിൽ തന്നെയുള്ള രീതിയിലുള്ള എണ്ണ ആട്ടോ ഞാൻ വെച്ചത്. ശാലോ ഫ്രൈ പോലെ ഒന്നല്ല. എടുക്കുന്ന കാര്യം ഞാനും അങ്ങനെ തന്നെ ചെയ്ത്. ഞാനും ഷാലോ ഫ്രൈ അല്ല ഗൈസ്. ഏകദേശം മുക്കി പൊരിക്കാനുള്ള വെളിച്ചെണ്ണ ഞാനും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക്
എന്തേ ഞാൻ കൈ എടുക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ? അതുകൊണ്ട് നമുക്ക് കളയണ്ട. പഴംപൊരിക്ക് ഇങ്ങനെ ഇങ്ങനെ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കല്. മറ്റേ PG എങ്ങാനും എടുത്തിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കാൻ. പഴംപൊരി ഇങ്ങനെ ഉണ്ടാക്കല്. ഞാൻ കുറച്ച് പഴം ഗൈസ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എല്ലാ പഴവും ഒറ്റയടിക്ക് ഇടാൻ പറ്റും. അതാണ് അതിന്റെ ഒരു ശരി ഗൈസ്. ഞാൻ കഴിച്ച ഓരോരോ പഴം എടുത്തിട്ടാ ഇതിലിങ്ങനെ മുക്കി. ഇന്റെ നല്ല എണ്ണ ഇങ്ങനെ ചൂടായിരിക്കും കേട്ടോ, അതുകൊണ്ട് എനിക്ക് നല്ല പേടിയാവണുണ്ട്. ഞാൻ എല്ലാ പഴവും കൂടെ ഒറ്റയടിക്ക് പൊരിക്കാട്ടോ ഗൈസ്. അയ്യൊന്നും പൊളിക്കല്ലേ. അവിടെ ഒന്നല്ലേ കൊണ്ടോണോ? ശ്രീനെ കാണുന്നില്ലല്ലോ. ഞാൻ കഴിയണ്ട. ഞങ്ങൾ പൊരിക്കാൻ തുടങ്ങിയേ. ഞാൻ വന്നു. അയ്യോ ഇതൊന്ന് മറിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ മുറിച്ച് വെച്ച സാധനങ്ങളെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇടുകയാണ് guys. ഞാൻ കുറച്ച് വളരെ വെറൈറ്റി ആയിട്ട് വളരെ സ്ലിം ആയിട്ടുള്ള പഴംപൊരിയാണ് കൈസ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഇതാ ഇങ്ങനത്തെ കഷ്ണല്ലേ, ഈ കഷ്ണങ്ങൾ രണ്ടെണ്ണം ആക്കിയിട്ടുണ്ട്. അതെ, നടുവ് കൂടെ. കൈസ് ഇത് പൊരിഞ്ഞു വരണ്ട, അപ്പത്തെ ഞാൻ കൈ കഴുകി വരാട്ടോ, അല്ലെങ്കിൽ ഇത് എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. ഞാനിത് എണ്ണ ഒഴിച്ചു കൈസ്. 9 മിനിറ്റ് കൂടെ ബാക്കിട്ടോ. ഗൈസ് ഞാനിതാ എല്ലാ പഴവും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറച്ചിടേണ്ട ഒരു പരിപാടി ഉണ്ട് ഗൈസ്. അതെങ്ങനെ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. കണ്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ. ഗൈസ് ഞാനിതാ ഈ പഴംപൊരി മറിച്ചിടാൻ പോവാട്ടോ. കൊറേ പഴംപൊരി ഇടാഞ്ഞത് പിന്നെ അങ്ങോട്ട് മറിച്ചിടാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അയ്യോ മറിച്ചിട്ട് ഇനി മുരിഞ്ഞ മറിച്ചിടാ. ഇതേപോലെ തന്നെ മറിച്ചിട്ടോ. ഇത് നല്ല കയ്യല്ലേ? ഈ പഴംപൊരിയുടെ ഒരു അറ്റം പിടിക്കുക, എന്നിട്ട് ഇതിൽ നല്ലോണം ഡിപ്പ് ചെയ്യാ, എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ മറിച്ചിടും. മറിച്ചിടാൻ പറ്റൂല. സ്പൂണൊക്കെ ഉണ്ട് ഗൈസ്, ഇത് രണ്ടും കൂടി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ സുഖായോ. പൊട്ടിത്തെറിക്കല്ലേ? എണ്ണ ചൂടായില്ല. ഞാനും അതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ഇവിടെ കൊറേ തവ ഉണ്ട് ഗൈസ്. അപ്പൊ ഇതൊക്കെ തവകളാണ്. അപ്പൊ നമുക്ക് വേറെ എടുക്കാം. തവയല്ല തവി. തവി തവി തവ സാധനം വേറെ ഉള്ളൂ. ഇതെന്താ ചൂടാവത്ത്? ഫുൾ ഓർഗാനിക് പഴംപൊരി അല്ലേ ഇത്? ഞാൻ നല്ല ലേറ്റ് ആയി. എത്ര ടൈം ആക്കിണ്ട്? 7 മിനിറ്റ് ബാക്കി. ഇത് താവുന്ന സമയത്ത് വെള്ളം അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ആണ് ഞാൻ കയ്യിലുള്ളത് ഇതൊന്നും ആക്കാത്ത എന്താ ഗൈസ്. അഥവാ ഇനിയിപ്പോ പൊള്ളി പോയി കഴിഞ്ഞാലും കയ്യില് മാവ് ഉണ്ടാവുമല്ലോ, അപ്പൊ ആദ്യം അത് ഇതാവുമല്ലോ. അത് കൂടുതലാവേയുള്ളൂ. ഞാൻ കൈ കഴിഞ്ഞിട്ട് വരാം. ഞാൻ വിചാരിച്ചു ആദ്യം മാവിനെ ഏൽക്കുമല്ലോ, എന്നിട്ടല്ലേ കയ്യിനെ ഏൽക്കുള്ളൂ. നല്ല ബുദ്ധി. ഞാൻ ഓരോ കുഞ്ഞു കുഞ്ഞു പഴംപൊരികൾ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. അയ്യോ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ മറിച്ച് കൈക്ക് നല്ല ചൂടടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ശ്രീന്റെ കാര്യമാണ് കഷ്ടം. ശ്രീക്ക് ചൂടൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ആളാണ്. എന്റെ കൈസ് അങ്ങനെ തിളച്ച് മറിഞ്ഞോണ്ടിരിക്കുകയാണ്. നല്ല മുരിഞ്ഞ എനിക്ക് നല്ല അങ്ങനെ മുരിഞ്ഞ പഴംപൊരി ആട്ടോ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ മുരിച്ചു. എന്തുകൊണ്ട് നമുക്ക് ഇത് സ്പൂണായി യൂസ് ചെയ്തൂടാ? ഇതിനെക്കാട്ടും നല്ലത് അതായിരുന്നു. പഴം ഉണ്ടായില് ഇനി ഒരു പഴം കൂടി. ഒരു പഴം ബാക്കി തൊലിയുണ്ട്. ഇത് രണ്ടെണ്ണം ഞാൻ സ്പൂണായിട്ട് എടുത്തു കേട്ടോ. നമ്മളെ പഴംപൊരി ഇതാ നല്ല ഇങ്ങനെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ എണ്ണ ഇങ്ങനെ അയ്യോ ഇടാ ഇന്ന് പാത്രത്തിലേക്ക് ഇങ്ങനെ പാത്രം നമുക്ക് ഇവിടെ വെച്ചിട്ട് തട്ടി 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 ഒന്ന് കിട്ടി. അടുത്തത് 2. ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്പൂൺ വരെ യൂസ് ചെയ്യാം ഗൈസ്. ഇതാണ്ടോ ഞാനിവിടെ അതിനെക്കാട്ടി കൊള്ളാം. ഇതെന്താ പറയാ ഗൈസ്, ഈ സ്പൂൺ യൂസ് ചെയ്ത് നമ്മളെ കൈ കൊള്ളൂല. പിന്നത്തെ ഗുണം എന്താ വെച്ചാൽ ഈ സ്പൂണും നമുക്ക് പഴം പുഴുങ്ങിയതായിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അതാണ് ഗുണം. അതിന്റെ അറ്റം ക്രിസ്പി ആയിരിക്കും. ഇതുണ്ടോ, നമുക്ക് ഈസി ആയിട്ട് ഇത് ഇങ്ങനെ തിരിച്ചിടാം. അപ്പുറത്ത് കേൾക്കുന്ന പോലത്തെ ശബ്ദങ്ങളൊന്നും നമ്മൾ കേൾക്കൂല. കേൾക്കാഞ്ഞാ മതി എന്നാണ് എന്റെ ഒരു വിശ്വാസം. അയ്യോ ഇങ്ങനെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. വെറുതൊക്കെ പഴംപൊരിയായില്ലേ? സമയം എത്രയുണ്ട്? സമയം 4 മിനിറ്റ് 25 സെക്കൻഡ് ഓ ബാക്കി. 2 മിനിറ്റ് കൂടെ മതിയാവും. ഇനി ആരാദ്യം തീർക്കുന്നതൊക്കെ ആക്കേണ്ടി വരും കേട്ടോ. ടേസ്റ്റ് ഉണ്ടല്ലോ, ടേസ്റ്റ് നോക്കണല്ലോ. എന്റെ രണ്ടാമത്തെ ബാച്ച് പഴംപൊരി ഞാൻ മൊത്തം ഇടുക ഗൈസ്. ഞാൻ ഒരു ബാച്ച് ഉണ്ടാക്കുന്നുള്ളൂ. 2 പഴം എന്റെ ഒറ്റയടിക്ക് സെറ്റ് ആവും ഗൈസ്. എന്റെ ഉണ്ടാക്കി നേരെ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ബാച്ച് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞാൻ ഇത് നല്ലപോലെ പ്രസന്റ് ചെയ്യും. ഇന്റേതൊക്കെ കളറ് നല്ലോണം മാറി വരുന്നുണ്ട് ഗൈസ്. ഏകദേശം ഒരു പഴംപൊരിന്റെ ലുക്കിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ എന്റെ നടുവിലുള്ള മാത്രമേ ഈ കളറിലേക്ക് മാറുള്ളൂ. സൈഡിലുള്ള എന്താ അങ്ങോട്ട് ചൂടത്തില്ല തോന്നുന്നുണ്ട്.
വേണ്ട, ശ്രീന്റെ പഴംപൊരി പോലെ അവയിലിപ്പന്റെ കൈയെല്ലാം കൂടെ. കുഞ്ഞു 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 പഴംപൊരികൾ, അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഗൈസ്. ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിണ്ട്, കുഴപ്പമില്ലല്ലോ. ഇവിടെയൊക്കെ ചെറുതായിട്ട് അങ്ങനെ കളർ മാറി വരുന്നുണ്ട് കേട്ടോ. എത്ര ആയിട്ടേ ഉള്ളൂ, കുറച്ചു നേരം കൂടെ പിടിക്കുന്നു ആവണമെങ്കിൽ. എനിക്ക് തോന്നുന്നതേ ഞാനിപ്പോ എല്ലാം കൂടെ കഴിക്കുന്നോ തോന്നുന്നത്. സ്പീഡ് കുറക്കി. നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടാവും. കരിഞ്ഞു പോയാൽ മാർക്ക് പറയട്ടോ. പരിഞ്ഞിടൊന്നുമില്ല. പഴംപൊരി ഇങ്ങനെ, എന്റെ പഴംപൊരി ഇങ്ങനെയാ. ആവി ആവി ആവി. വലിയ സ്പൂൺ ഉണ്ട് ഇവിടെ. അതുകൊണ്ടൊന്നും കാര്യമില്ല. എന്ത് ചെയ്യാൻ പോവാ? ഞാൻ പോവല്ല. ഞാൻ പേടിച്ചു. ഞാൻ പറഞ്ഞ ഐഡിയ പ്രയോഗിക്കാൻ പോവാണോ? ഷാമി പറഞ്ഞത് ശരിയാണ്. സെൻട്രലിലെ പഴംപൊരി മാത്രമേ ആവുന്നുള്ളൂ ഗൈസ്. ഞാൻ ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കാണ് കേട്ടോ, അല്ലാതെ എനിക്ക് അതിന് കോരി എടുക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാരും മാറിന്നോളൂ. അത് വലിയൊരു ടാസ്ക് ആണ്. മാറി മാറി മാറി. ഇനി വെള്ളമുണ്ട്, പൊട്ടിത്തെറിക്കും ചിലപ്പോ. അത് ഗ്ലാസ് അല്ലേ? അത് പൊട്ടി തെറിക്കോ ഇനി? അത് പൊട്ടിയോ? എനിക്കറിയില്ല. പൊട്ടോ? പൊട്ടുണ്ടോ നോക്ക്. ഇല്ല, ഞാൻ അവിടെ നിന്ന് നോക്കാം. ഒരുവിധം എണ്ണായി, കുറച്ചും കൂടി ഉണ്ട്, ഇനിയുണ്ട്. സ്പൂണ് പൊട്ടി. ഇനി എല്ലാ പഴംപൊരി കൂടെ ഇല വീഴുമ്പോ മൊത്തം തെറിക്കരുതേ. കണ്ടോ, പഴംപൊരി ready ആയി. 20 മിനിറ്റ് കൊണ്ട് എന്റെ പഴംപൊരി റെഡി ആയിരിക്കാണ്. 20 മിനിറ്റ് എടുത്തിട്ടില്ല. ഞാൻ ആദ്യത്തെ സെറ്റ് പ്ലേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഈസി ആയിട്ട് ഇതേ ഇങ്ങനെ എടുത്ത് എണ്ണയൊക്കെ ഇതേ ഇങ്ങനെ ഒന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് ഇതേ ഇങ്ങനെ വെക്കാം കേട്ടോ. ചെറുതായിട്ട് പൊട്ടലും ചീറ്റലും ഉണ്ടാവും, കാരണം ഈ പഴത്തിലെ വെള്ളമായിരിക്കും അത്. ഞാനിവിടെ സാഹസികമായിട്ട് ബാക്കിയുള്ള പഴംപൊരിയും കൂടി പ്ലേറ്റിലോട്ട് ഇടാട്ടോ. ഞാൻ ഉണ്ടാക്കിയ പഴംപൊരി ഇതാ വളരെ ഈസി ആയിട്ട് ഞാൻ ഇതാ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. ഓ വാവ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. കണ്ടോ, ഇനി എത്ര ടൈം ബാക്കിയുണ്ട്? 43 സെക്കൻഡ് കൂടെ ബാക്കി. അങ്ങനെ ഞങ്ങൾ 20 മിനിറ്റ് കൊണ്ട് ഒരു സ്പൂണോ ഫോർക്കോ ഒരു കത്തിയോ ഒന്നും ഇല്ലാതെ ഞങ്ങൾ പഴം മുറിച്ച്, പഴം എന്താ പറയാ, മാവ് മിക്സ് ചെയ്ത് അതിൽ മുക്കി എണ്ണ ഒഴിച്ച് ഞങ്ങൾ മുക്കി പൊരിച്ചെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി. ഞാൻ ഉണ്ടാക്കിയ കുഞ്ഞു കുഞ്ഞു പഴംപൊരികൾ ഇതേ ഇവിടെ ഞാൻ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ഉണ്ടാക്കിയ കുറച്ച് വലിയ വലിയ പഴംപൊരികൾ ഞാനിത് ഇങ്ങനെ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ടേസ്റ്റ് മാത്രമേ നോക്കേണ്ടതുള്ളൂ. ഇന്റെ ഇതാ ഗൈസ്, ഇത്രയും പഴംപൊരി ഉണ്ടാ 2 പഴത്തുനിന്ന്. ഞാൻ ഒരു മീഡിയം ലെവലിലുള്ള പഴംപൊരി ഉണ്ടാക്കിയത്. എല്ലാരും ഒരുപോലെ തന്നെ കാണാനുള്ളത്. ടേസ്റ്റ് ചെയ്തൊക്കെ ഇനിയിപ്പോ ടേസ്റ്റ് ചെയ്തിട്ട് തീരുമാനിക്കണം. അതെ, ഓക്കെ, പ്രസന്റ് ചെയ്തോ. ചൂടോടുകൂടെ കഴിച്ചോളൂ. ചൂടോടുകൂടി കഴിച്ചോളൂ. ഇനി ഞങ്ങൾ ഉണ്ടാക്കിയ ഓർഗാനിക് പഴംപൊരി ഇനി കാക്ക ഓരോന്നോരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യാം? അവിടെ തുടങ്ങിക്കോ. ഫസ്റ്റ് സ്ട്രീമിലെ സ്റ്റാർട്ട്. രണ്ടാളെയും കൂടെ ഇതാണ് കൊടുക്കണ്ടേ? അതെ, കുറച്ച് വലുപ്പമുള്ളല്ലേ, കരിയാത്ത. രസമുണ്ട്. നല്ല അടിപൊളി പഴംപൊരി. ഓക്കെ, കുറച്ച് മധുരം കുറവാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. തീരുന്നില്ലല്ലോ, തിന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാം കഴിക്കാനുള്ള വയറ് വേണം. അതെ, കൊള്ളാം. അടുത്തത് ഇതിന് ഏതെടുക്കണം? ഏതും എടുക്കാം, കാക്ക ഇഷ്ടമുള്ള എടുക്കട്ടെ. ക്രിസ്പി വേണമെങ്കിൽ ക്രിസ്പി ഉണ്ട്, അങ്ങനെയൊക്കെ. എനിക്ക് കൊതി അവിടെ. ഞാനിത് കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ. ഇതോ നല്ല പഴംപൊരി. പിന്നെ എന്താ അതിന് കുഴപ്പമുള്ള പോലെ? ഇത് രണ്ടും ഒരുപോലെ തോന്നുന്നു. അയ്യോ, അത് പിന്നെ മാവ് യൂസ് ചെയ്തുണ്ടാക്കിയ സാധനങ്ങൾ. അതെ, ഒന്നിനും കൂടെ മാറ്റുന്നൊന്നുമില്ല. നിങ്ങൾക്ക് കൊള്ളാം. ലാസ്റ്റ് തീരുമാനിക്കാം. ഇനി ഇതിലെന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടോ? പക്ഷെ പഴംപൊരിയിൽ നമുക്കാണ് ടേസ്റ്റ്. ശ്രീക്കാണ് കൂടുതൽ പഴംപൊരി ടേസ്റ്റ് ഇഷ്ടമുള്ള ആള്. ഇതും അതേ പഴംപൊരിയാണല്ലോ. മാവിന് എന്തൊരു വ്യത്യാസമുണ്ട്? എന്ത് വ്യത്യാസം? ടേസ്റ്റ് ആണോ അല്ലേന്ന് അറിയാം. ടേസ്റ്റ് ചെറിയ വ്യത്യാസമുണ്ട്.
ഞാൻ കുടുങ്ങി ചാലഞ്ച് കൊണ്ടുവന്ന് കാക്ക ചാലഞ്ചിൽ ഉത്തരം പറയാൻ പറ്റാത്ത കുടുങ്ങി guys. അതെ ഏറ്റവും കൂടുതൽ കാക്ക നല്ല ഏതെന്ന് പറഞ്ഞിട്ടൊന്ന് പോയാ മതി. ഞങ്ങള് ജീവൻ വെച്ചുണ്ടാക്കിയ അതെ ചെയ്ത ചാലഞ്ച് പണയം വെച്ചുണ്ടാക്കിയ സാധനം അത് പറ. അങ്ങനെ റിസൾട്ട് പറയാൻ വേണ്ടി സല്ലുദേ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. പറഞ്ഞോളൂ. ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പഴം ഞങ്ങൾ കഴിച്ചു. പറഞ്ഞോളൂ. ഇനിയിപ്പോ വിന്നറെ തിന്ന് കാണിച്ചു കൊടുക്കണോ? വിന്നറ് പഴംപൊരി തിന്ന് കാണിച്ചു ഇതില് 3 പേരും അടിപൊളിയായിട്ട് ഉണ്ടാക്കി. അത് സത്യമാണ്. എന്നാലും പൊടിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ ഷാമിന്റെതാണ് കാരണം 5-ന്റെതും ശ്രീന്റെതും കുറച്ച് മധുരം കുറവായി പോയി. ഷാമിന്റെ പാകത്തിനുള്ള മധുരവും. ഞങ്ങൾ ഷുഗർ കട്ടിലാണ് അതുകൊണ്ടാ. ഷുഗർ കട്ടൊന്നുമില്ല. പക്ഷെ 3 പേരും അടിപൊളി ചെയ്ത് ഷാമി വിന്നർ. നിങ്ങൾക്കുള്ള പ്രൈസ് മണി എടുത്തോളൂ. ബാക്കിയുള്ള പഴംപൊരി മൊത്തം വിന്നർക്ക്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് വന്നിട്ട് ഞങ്ങൾ എത്ര കൂളായിട്ട് ചെയ്തു. അതെ, എങ്ങനെ? അതിനെ പറ്റി 2 വാക്ക് പറയാം. അതെങ്കിൽ ഞങ്ങൾ കേട്ട് പുളകം കൊള്ളട്ടെ. അല്ല ഇത്ര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഈ ഒരു ചാലഞ്ച് തന്നിട്ടും ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കി ഇന്നെ 2 വാക്ക് പറയട്ടെ. അത് ഞങ്ങൾക്കും അതന്നെയല്ലേ ഇപ്പൊ പറഞ്ഞീനെ. അല്ല ഇന്ന പറയട്ടെ. മൂന്നാളും കൂടി പറയട്ടെ. വിന്നർ അല്ലേ ഞാന്. ഓന്റെ അടുത്ത് നിന്നേ കേൾക്കുള്ള പറയാം. വേണോ ഇത്രയും സാഹസികമായ ഒരു ചാലഞ്ച് വളരെ മനോഹരമായി തീർത്ത് അതിൽ 1ാം സമ്മാനം നേടിയ ഷാമിക്ക് അഭിനന്ദനങ്ങൾ. സ്നേഹത്തിന്റെ പൂച്ചുണ്ട്. 2005-ലേക്കൊക്കെ പോയൊരു ഫീല് ഇനി ഞങ്ങളെ പറ്റിട്ട്. ഞങ്ങൾ ഇതിങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു നീ പ്രതീക്ഷിച്ചോ? ഇല്ല. എന്താ കയ്യോണ്ട് പോയി ഞാൻ ആരെങ്കിലൊക്കെ ഒന്ന് ക്വിറ്റ് ചെയ്ത് പോകുന്നൊക്കെ വിചാരിച്ചു. ചാലഞ്ച് തന്നെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അടുത്ത പാർട്ടില് അതിഭയാനകമായിരിക്കും. ബിരിയാണി ആയിരിക്കും അല്ലേ? എനിക്കൊന്നും ഭയാനകമായിട്ടൊന്നും വരാനില്ലല്ലോ. അപ്പോൾ എക്സ്ട്രീം ആലോചിച്ചതാ. അപ്പൊ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. ഇതിൽ വിന്നർ ആയിരിക്കുന്നത് ഞാനൊന്ന് വീണ്ടും എടുത്തു. അതെ. അപ്പൊ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. അത് സാഹസികമായ ഒരു ചാലഞ്ച് ആണ്. ആരും വീട്ടിൽ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങള് വെറുതെ ഒരു രസത്തിന്റെ ചാലഞ്ച് ആയിട്ട് ചെയ്തേ ഉള്ളൂ. ഞങ്ങൾ കൈയൊന്നും പൊള്ളിക്കൂല, ഞങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ വെറുതെ യൂട്ടൻസിൽസ് ഒക്കെ എടുത്തിട്ട് പഴംപൊരി ഉണ്ടാക്കി രസമാണ്. അങ്ങനെ ഉണ്ടാക്കി കഴിച്ചോളാം. അതാകുമ്പോ 5 മിനിറ്റ് കൊണ്ട് പഴംപൊരി ഉണ്ടാക്കി കഴിയും. 20 മിനിറ്റ് എടുത്തിട്ടാ പഴംപൊരി ഉണ്ടാക്കിയത്. അപ്പൊ ഇന്നത്തെ ചാൻസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. signing off.